ഇങ്ങനൊരു സോളാർ എക്ലിപ്സ് ഉണ്ടാകണമെങ്കിൽ സൂര്യപ്രകാശത്തെ മുഴുവനായിട്ടും ചന്ദ്രൻ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ ന്യൂ മൂൺ ഫേസിലായിരിക്കണം. നമുക്കറിയാം ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ വിവിധ ഫേസുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനത്തെ 8 ഫേസുകളാണുള്ളത്. അതിൽ ഒരു ഫേസാണ് ചന്ദ്രൻ്റെ ന്യൂ മൂൺ ഫേസ് എന്നുള്ളത്. ന്യൂ മൂൺ ഫേസിൽ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും മധ്യഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ, മറുവശം നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ ന്യൂ മൂൺ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സാധാരണയായിട്ട് കാണുവാൻ സാധിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം കൂടെ ഒരു ന്യൂ മൂൺ ഫേസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ന്യൂ മൂൺ ഒരു മാസത്തിൽ ഒരു തവണ വീതമാണ് ഉണ്ടാകുന്നത്. അതിന് കാരണം ഭൂമിയിലെ ഒരു മാസവും ചന്ദ്രൻ ഭൂമിയെ ഒന്ന് വലം വെച്ച് എടുക്കാനുള്ള സമയവും ഏകദേശം ഒരു മാസത്തോളമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു മാസത്തിൽ ഒരു ന്യൂ മൂൺ ഫേസ് വീതം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ സോളാർ എക്ലിപ്സ് ഉണ്ടാക്കുന്നത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്ന സമയത്താണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സോളാർ എക്ലിപ്സുകളെ 3ആയിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും: ടോട്ടൽ, പാർഷ്യൽ, ആനുലർ എന്ന്. ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സ് രൂപം കൊള്ളുന്നത് ചന്ദ്രനും സൂര്യനും ഭൂമിയും പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ലൈനിൽ വരികയും ചന്ദ്രൻ സൂര്യൻ്റെ ഡിസ്കിനെ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കുകയും ചെയ്യുന്ന സമയത്താണ്. ഭൂമിയിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരുപോലെ പൂർണ്ണമായിട്ട് നമുക്ക് വിസിബിൾ ആകണമെന്നില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന സമയം സൂര്യപ്രകാശത്തിൻ്റെ തീർത്തും ചെറിയൊരു ഭാഗം സ്കാറ്റേർഡ് സൺലൈറ്റ് മാത്രമേ നമുക്ക് വിസിബിൾ ആകുകയുള്ളൂ. രണ്ടാമതായിട്ടുള്ളതാണ് പാർഷ്യൽ സോളാർ എക്ലിപ്സ്. ഒരു പാർഷ്യൽ സോളാർ എക്ലിപ്സ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൂര്യൻ്റെ ഡിസ്കിനെ പാർഷ്യലി മാത്രമേ ഇത് മറയ്ക്കുകയുണ്ടാവുകയുള്ളൂ. ഒരു പാർഷ്യൽ സോളാർ എക്ലിപ്സ് നടക്കുന്ന സമയം ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരു പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല വരിക. മൂന്നാമത്തെയാണ് ആനുലർ സോളാർ എക്ലിപ്സ്. സൂര്യൻ്റെ സോളാർ ഡിസ്കിൻ്റെ കേന്ദ്രഭാഗത്തൂടെ ചന്ദ്രൻ കടന്നു പോകുന്ന സമയം ചന്ദ്രൻ സോളാർ ഡിസ്കിനേക്കാളും ചെറുതായിരിക്കുന്ന സമയത്താണ് ആനുലർ സോളാർ എക്ലിപ്സ് രൂപം കൊള്ളുന്നത്. ആനുലർ സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്ന സമയത്താണ് ചന്ദ്രന് ചുറ്റും സൂര്യൻ്റെ റിംഗ് ഓഫ് ഫയർ നമുക്ക് കാണുവാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒരു സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്ന സമയത്ത് മാത്രം കാണുവാൻ സാധിക്കുന്ന സൂര്യൻ്റെ ഭാഗം എന്ന് പറയുന്നത് കൊറോണയാണ്. ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സും ആനുലർ സോളാർ എക്ലിപ്സും തമ്മിലുള്ള വ്യത്യാസം, ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്ന സമയത്ത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നു. എന്നാൽ ആനുലർ സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്ന സമയത്ത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നില്ല, പകരം ചന്ദ്രൻ സോളാർ ഡിസ്കിനേക്കാളും ചെറുതായിട്ടായിരിക്കും ഇരിക്കുക. അത് കാരണം തന്നെ റിംഗ് ഓഫ് ഫയർ നമുക്ക് വിസിബിൾ ആകുകയും ചെയ്യും. ഇത് മാത്രമാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള സോളാർ എക്ലിപ്സുകൾ ഉണ്ടാകുന്നതെന്നാൽ അതിനുള്ള ഉത്തരം ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ കറക്കവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ചന്ദ്രൻ ഏകദേശം 27.32 ദിവസം എടുത്തുകൊണ്ടാണ് ഭൂമി ഒന്ന് പൂർണ്ണമായിട്ടും വലം വയ്ക്കുന്നത്. നമ്മൾ ഇക്വിനോക്സും സോളിസ്റ്റിസും പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഒരു എലിപ്റ്റിക്കലായിട്ടുള്ള ഓർബിറ്റിൽ കൂടിയാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും ഇതുപോലെ തന്നെ ഒരു എലിപ്റ്റിക്കലായിട്ടുള്ള ഓർബിറ്റിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരികയും അതിനെ നമ്മൾ പെരിജി എന്ന് വിളിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തിൽ വരുന്നു, അതിനെ നമ്മൾ അപ്പോജി എന്നും വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ ഫലമായി ചന്ദ്രൻ്റെ വെലോസിറ്റിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. അതിനെ തുടർന്ന് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഓർബിറ്റ് വോബിൾസ് ചെയ്യുകയും ചെയ്യും. തൽഫലമായി ചില സമയങ്ങളിൽ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുകയും ചില സമയങ്ങളിൽ ഭൂമിയിൽ പതിക്കാതെ ഭൂമിയുടെ താഴെ കൂടെ കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മാസവും ന്യൂ മൂൺ ഉണ്ടാകുന്നുവെങ്കിലും സോളാർ എക്ലിപ്സ് എല്ലാ മാസവും ഭൂമിയിൽ രൂപം കൊള്ളാതിരിക്കുന്നതും. ഇനി നമ്മൾ ആനുലർ സോളാർ എക്ലിപ്സ് രൂപം കൊള്ളുന്നത് ചന്ദ്രൻ ഭൂമിയുമായിട്ടുള്ള അതിൻ്റെ അപ്പോജിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്ലിപ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കത് തിരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തന്നെ നിങ്ങളത് പറയുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.